السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അളവറ്റ ദയാപരനും അത്യുന്നതനും അത്യുദാരനും അനുഗ്രഹദാതാവും അദൃശ്യനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അതിമഹത്തായ കാരുണ്യ കൃപ കടാക്ഷം കൊണ്ട് അവൻ്റെ ഈ പ്രപഞ്ചലോകത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നാം ജീവിക്കുന്നു. അവൻ ചെയ്തതായ അനുഗ്രഹങ്ങൾക്ക് പരിപൂർണമായും നന്ദി രേഖപ്പെടുത്തുന്ന യഥാർത്ഥ ഷാക്കിരീങ്ങളിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം ഈ പ്രപഞ്ചലോകത്തിൽ അല്ലാഹു ഹലാലാക്കിയ പലവിധ ജീവിത മാർഗങ്ങളും നാം തേടാറുണ്ട്. അതിൽ അല്ലാഹു വളരെയധികം ശ്രേഷ്ഠമാക്കിയ, അവൻ ഹലാലാക്കിയ ഒരു ജീവിത മാർഗമാകുന്നു, മഅശിയത്തിൻ്റെ ഒരു മാർഗമാകുന്നു കച്ചവടം. അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അല്ലാഹു പറയുന്നു, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തു. ആ ഏറ്റവും ഹലാലായ സമ്പാദ്യമാർഗം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആദരവായ പ്രവാചകർ പറഞ്ഞു കൊടുത്ത ഒരു മാർഗമാകുന്നു കച്ചവടം, അത്തിജാറ. ജീവിതത്തെയും കച്ചവടത്തിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്ത് പരിചയമുള്ളതായ സ്വഹാബാക്കൾ കിറാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ ഒരു കച്ചവടത്തെ പരിചയപ്പെടുത്തുന്നു. ആ കച്ചവടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? സാധാരണ നാം നടത്തുന്ന കച്ചവടത്തിൻ്റെ ലാഭമെന്ന് പറയുന്നത് നമുക്കുള്ളതായ സമ്പാദ്യമാകുന്നു, നമുക്കുള്ള ലാഭമാകുന്നു. അത് ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റിലൂടെ ലഭിച്ചതായിരിക്കാം, ഒരുപക്ഷെ നാം നടത്തുന്നതായ മറ്റേതെങ്കിലും സാമ്പത്തികമായ ഹലാലായ ഇടപാടിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാം നമുക്കുള്ള ലാഭമാകുന്നു, ധനസമ്പാദ്യത്തിന് കാരണമായതാകുന്നു. അതൊക്കെയും അല്ലാഹു ഹലാലാക്കിയതാകുന്നു. ഒരു മനുഷ്യനെയും മടിയനാക്കി ഇരിക്കുവാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യൻ എപ്പോഴും അധ്വാനിക്കണം, അവൻ്റെ ജീവിത മാർഗങ്ങൾ അവൻ കണ്ടെത്തണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അല്ലാഹുവും പ്രവാചകരും പഠിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഒരു കച്ചവടം പരിചയപ്പെടുത്തുന്നു. ആ കച്ചവടം കൊണ്ട് കോടികളോ കോടാനകോടികളോ സമ്പാദിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നില്ല. റിയൽ എസ്റ്റേറ്റോ അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളോ അതുപോലെ തന്നെ മണിമാളികകളോ വാങ്ങിക്കൂട്ടാമെന്ന് പറയുന്നില്ല. അതിൻ്റെ ലാഭവീതം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഓ സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെ. ഒരു കച്ചവടം എങ്ങനെയുള്ള കച്ചവടമാണെന്നറിയുമോ? തുൻജീകും മിൻ അദാബിൻ അലീം. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതായ കച്ചവടത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? ആ കച്ചവടത്തിൻ്റെ ലാഭമെന്ന് പറയുന്നത് കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന കച്ചവടമാണ്. ആ കച്ചവടത്തിൻ്റെ ലാഭം നരകത്തിൽ നിന്നുള്ള മോചനമാകുന്ന ശേഷം പറയുന്നു, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. ആ കച്ചവടം ഏതാകുന്നു? തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, വറസൂലിഹി, അവൻ്റെ തിരുദൂതരെ കൊണ്ടും വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ധനങ്ങൾ കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുക, ജിഹാദ് ചെയ്യുക. ദാലിക്കും ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതാകുന്നു. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ ആ കച്ചവടമാണ് ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള കച്ചവടമെന്ന് നിങ്ങൾ അറിവുള്ളവരാകുന്നെങ്കിൽ ആ കച്ചവടം തന്നെയാകുന്നു ഏറ്റവും വലിയ വിജയം. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നു, ഇത്ര മനോഹരമായ രീതിയിൽ സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. കച്ചവടത്തിൽ നൈപുണ്യമുള്ളതായ സ്വഹാബാക്കൾക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ ആ ഓഹരി എന്ത് ചെയ്യണമെന്നും അതെങ്ങനെ നേടിയെടുക്കണമെന്നും അറിയുന്ന, അതിൻ്റെ തന്ത്രങ്ങൾ അറിയുന്ന സ്വഹാബാക്കൾക്ക് പരലോകം വിജയിക്കുന്നതിനുള്ള ഒരു ഉപാധി കച്ചവടത്തിൻ്റെ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നു. ആ സ്വഹാബത്തിന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുമുള്ള ലോക ജനകോടികൾക്ക് ആ കച്ചവടം പരിചയപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. ആ കച്ചവടം പരിപൂർണമായി നാം പഠിച്ചു മനസ്സിലാക്കുക. അതിൽ 4 കാര്യങ്ങളാകുന്നു പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിവരിക്കാം. അള്ളാഹുവിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.